വലുതാ ചെറുപ്പക്കാരാ, മോനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടോ. അള്ളാന്റെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉസ്താദ് എനിക്കൊരവസരം തരുമോ, ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കാൻ. കാരണം ബാങ്ക് വിളിക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. ഇന്ന് പള്ളിയിലെ പ്രസിഡന്റ് ആകാനും മത്സരമാണല്ലോ, വോട്ടാണല്ലോ, ഇലക്ഷനാണല്ലോ. വീടുകൾ തോറും കയറിയിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാര് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാ, സെക്രട്ടറി ആകാ, വോട്ട് വേണ്ടുന്ന കാലമാണല്ലോ. എങ്ങനെയെങ്കിലും കമ്മിറ്റിയെ തറക്കിയതാ, കറക്കിത്തറയിലിടാൻ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാ മത്സരിക്കൂല, സെക്രട്ടറി ആകാ പണം ചെലവഴിക്കില്ല, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരി. ഇത്തിരി ചൂടുവെള്ളം വേണം. ഇപ്പൊ നല്ല മഞ്ഞുണ്ടില്ലേ? ശബ്ദം അടഞ്ഞു. ഇതേപ്പാ മൈക്ക് സെറ്റുകാരനെ കുറ്റം പറഞ്ഞല്ല, മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. നാളെ വയലുണ്ട്. അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷൻ ഉണ്ടോ? പള്ളിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലപ്പാ, പള്ളിയിൽ ഇലക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ വോട്ടായില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റ് ആകാനേ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ പോവാ. അബൂബക്കറെ, ഞാനാ നിൽക്കണത്, വോട്ട് തരണം കേട്ടോ. എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറക്കത്തിന് വെച്ചോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പള്ളിയുടെ ആലോചിക്കേ, ആരുടെ പൈസയാ വാപ്പാ? ആരുടെ പൈസ എടുത്തിട്ടാ നീ ഇവിടെ ഇലക്ഷൻ നടത്തണേ? നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാ? അള്ളാന്റെ പള്ളിയുടെ പൈസ. നിന്നൊക്കെ അള്ള വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ? പടച്ചോൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആലോചിക്കേ. പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് പറയും, ഹരിയാരെ